അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. യൂസുഫ് നബിയുടെ ചരിത്രമാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഖുർആനിലെ ഏറ്റവും നല്ല കഥ എന്ന് വർണ്ണിക്കപ്പെട്ട ചരിത്രമാണ് യൂസുഫ് നബിയുടെ ജീവിത ചരിത്രം. യൂസുഫ് നബിയുടെ ഉപ്പയായ യാക്കൂബ് നബിക്ക് 12 മക്കളുണ്ടായിരുന്നു. അതിൽ യൂസുഫ് നബിയോടും സഹോദരനായ ബെന്യാമിനോടുമായിരുന്നു യാക്കൂബ് നബിക്ക് ഏറ്റവും ഇഷ്ടം. ഏറ്റവും കൂടുതൽ യൂസുഫ് നബിയോടും. ഇക്കാരണത്താൽ ബാക്കിയുള്ള 10 സഹോദരന്മാരും യൂസുഫ് നബിയോടെ അസൂയ വെച്ച് പുലർത്തിയിരുന്നു. ഒരു ദിവസം യൂസുഫ് നബി അലൈഹിസ്സലാം ഒരു സ്വപ്നം കാണുകയും അത് തൻ്റെ ഉപ്പയായ യാക്കൂബ് നബിയോട് പറയുകയും ചെയ്തു. "ഓ ഉപ്പ, സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എനിക്ക് സുജൂദ് ചെയ്യുന്നതായി ഞാൻ സ്വപ്നം കണ്ടു." യൂസുഫ് നബി ഈ കാര്യം പറഞ്ഞ ഉടനെ തന്നെ അള്ളാഹു തൻ്റെ മകനെ അവൻ്റെ ദൂതനായി തിരഞ്ഞെടുക്കുന്നതിൻ്റെ അടയാളമാണെന്ന് യാക്കൂബ് നബിക്ക് മനസ്സിലായിരുന്നു. അതുകൊണ്ട് യാക്കൂബ് നബി പറഞ്ഞത്, "മകനെ, നീ നിന്റെ സ്വപ്നം നിന്റെ സഹോദരന്മാരോട് പറയരുത്" എന്നായിരുന്നു. സഹോദരന്മാർ യൂസുഫ് നബിയുടെ മേൽ അസൂയ വെക്കുന്നതിനെ യാക്കൂബ് നബി ഭയപ്പെട്ടിരുന്നു. ഉപ്പ പറഞ്ഞ കാര്യമായതുകൊണ്ട് തന്നെ യൂസുഫ് നബി അത് അനുസരിച്ചു. പക്ഷേ തൻ്റെ സഹോദരന്മാരിൽ ഒരാൾ അത് അറിഞ്ഞിരുന്നു. അന്ന് യൂസുഫ് നബിക്ക് 12 വയസ്സായിരുന്നു, 7 വയസ്സായിരുന്നു, 17 വയസ്സായിരുന്നു എന്ന അഭിപ്രായം വ്യത്യാസങ്ങളുണ്ട്. അങ്ങനെ യൂസുഫ് നബിയുടെ സഹോദരന്മാരിൽ ബെന്യാമിനൊഴികെ ബാക്കിയെല്ലാവരും ഒരുമിച്ചുകൂടി ചർച്ച ആരംഭിച്ചു. സഹോദരനായ യൂസുഫിനെ കൊല്ലാനായിരുന്നു പദ്ധതി. അങ്ങനെ യൂസുഫ് നബിയുടെ സഹോദരന്മാരിൽ ബെന്യാമിനൊഴികെ ബാക്കിയെല്ലാവരും ഒരുമിച്ചുകൂടി ചർച്ച ആരംഭിച്ചു. സഹോദരനായ യൂസുഫിനെ കൊല്ലാനായിരുന്നു പദ്ധതി. ഉപ്പാക്ക് സഹോദരനായ യൂസുഫിനെയാണ് ഞങ്ങളെക്കാൾ കൂടുതൽ ഇഷ്ടമെന്നും തീർച്ചയായും നമ്മുടെ ഉപ്പ ഏറ്റവും വലിയ വഴികേടിലാണെന്നും അവർ പറഞ്ഞു. ഒന്നുകിൽ യൂസുഫിനെ കൊല്ലുക, അല്ലെങ്കിൽ അവനെ മറ്റൊരു നാട്ടിലേക്ക് കടത്തുക എന്നതായിരുന്നു അവരുടെ തീരുമാനം. അങ്ങനെ അവരിൽ ഒരാൾ പറഞ്ഞു, "യൂസുഫിനെ കൊല്ലേണ്ടതില്ല, അവനെ നമുക്കൊരു പൊട്ടക്കിണറ്റിലിടാം." അവരെല്ലാവരും ആ തീരുമാനത്തോട് യോജിക്കുകയും പിറ്റേ ദിവസം യാക്കൂബ് നബിയോട് യൂസുഫ് നബിയെ അവരോടൊപ്പം ആടിനെ മേയ്ക്കാൻ വിടാൻ സമ്മതം ചോദിക്കുകയും ചെയ്തു. "ഉപ്പ, നാളെ അവനെ ഞങ്ങളുടെ കൂടെ വിടുമോ? അവന് ഞങ്ങളുടെ കൂടെ കളിക്കാമല്ലോ. ഞങ്ങൾ ഒരു വലിയ കൂട്ടം തന്നെയുണ്ട്. ഞങ്ങൾ അവനെ സംരക്ഷിച്ചോളാം." യാക്കൂബ് നബിക്ക് മകനെ അവരോടൊപ്പം അയക്കുന്നത് ഇഷ്ടമുണ്ടായിരുന്നില്ല. നബി പറഞ്ഞു, "അവനെ നിങ്ങൾ കൊണ്ടുപോകുന്നത് എന്നിൽ വലിയ ദുഃഖമുണ്ടാക്കുന്നു. അതുപോലെ നിങ്ങൾ അശ്രദ്ധയിലായിരിക്കുന്ന സമയത്ത് അവനെ ചെന്നായ പിടിക്കുമോ എന്നതിനെ ഞാൻ ഭയക്കുന്നു. ഞങ്ങൾ ഇത്രയും പേർ ഉണ്ടായിരിക്കെ അവനെ ചെന്നായ പിടിച്ചാൽ അത് ഞങ്ങളുടെ കഴിവുകേടല്ലേ?" എന്നുകൂടി അവർ പറഞ്ഞതും യാക്കൂബ് നബി അലൈഹിസ്സലാം മനസ്സോടെ സമ്മതം നൽകി. യൂസുഫ് നബി വളരെ സന്തോഷത്തിലായിരുന്നു. എന്നാൽ സഹോദരന്മാർ നബിയെ ആരും ഉപയോഗിക്കാത്ത കിണറ്റിലേക്ക് എറിഞ്ഞു. എറിയും മുന്നേ നബിയുടെ കുപ്പായം അവർ ഊരി വാങ്ങിയിരുന്നു. "എൻ്റെ കുപ്പായം എനിക്ക് തരൂ" എന്ന് നബി പറഞ്ഞപ്പോൾ, "നീ നിന്റെ സൂര്യനെയും ചന്ദ്രനെയും 11 നക്ഷത്രങ്ങളെയും വിളിക്ക്, അവർ നിനക്ക് ധരിപ്പിച്ചു തരും" എന്ന് പറഞ്ഞുകൊണ്ടവർ കളിയാക്കി. രാത്രി അവരെല്ലാവരും കള്ളരക്തം പുരട്ടിയ യൂസുഫ് നബിയുടെ കുപ്പായവുമായി കരഞ്ഞുകൊണ്ട് വീട്ടിലെത്തി. "ഉപ്പാ, ഞങ്ങൾ മത്സരം നടത്തുകയായിരുന്നു. യൂസുഫിന് ഞങ്ങളുടെ വസ്ത്രങ്ങൾ കടുത്ത് നിർത്തലായിരുന്നു. അപ്പോൾ അവനെ ചെന്നായ തിന്നു. ഇപ്പോൾ ഞങ്ങൾ സത്യമാണ് പറയുന്നതെങ്കിലും ഉപ്പ ഞങ്ങളെ വിശ്വസിക്കില്ല" എന്നും കരഞ്ഞു പറഞ്ഞുകൊണ്ട് അവർ ആ കുപ്പായം യാക്കൂബ് നബിക്ക് നീട്ടി. ഒരാടിനെ അറുത്ത് വസ്ത്രം മുഴുവൻ രക്തം പുരട്ടി അത് യൂസുഫിൻ്റെ രക്തമാണ് എന്നവർ പറഞ്ഞെങ്കിലും ആ കുപ്പായത്തെ കീറാൻ അവർ മറന്നുപോയിരുന്നു. ചെന്നായ കടിച്ചതാണെങ്കിൽ കുപ്പായത്തിൽ തീർച്ചയായും പോറലുകൾ ഉണ്ടാവുമെന്ന കാര്യം യാക്കൂബ് നബിക്ക് അറിയാമെങ്കിലും അവർ പറയുന്നതെല്ലാം കള്ളമാണെന്ന് മനസ്സിലായെങ്കിലും യാക്കൂബ് നബി അലൈഹിസ്സലാം
ക്ഷമ പാലിച്ചു. നിങ്ങൾ നിങ്ങളുടെ കാര്യം ഭംഗിയായി പൂർത്തീകരിച്ചിരിക്കുന്നു. ഫസബറുൻ ജമീൽ. ഭംഗിയുള്ള ക്ഷമ, അതാണ് ഇവിടെ ആവശ്യം. നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളിലും അള്ളാഹുവിനോട് ഞാൻ സഹായം ചോദിക്കുന്നു എന്നതായിരുന്നു നബിയുടെ മറുപടി. യൂസുഫ് നബിയെക്കുറിച്ചുള്ള വേവലാതികളെല്ലാം അള്ളാഹുവിൽ ഏൽപ്പിച്ച് നബി സംയമനം പാലിച്ചു.